സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുമാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 6 പേരാണ് മരിച്ചത്. പാലക്കാട്ട് വീട് തകർന്നു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം സംഭവിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേർ മരിച്ചത്. പത്തനംതിട്ടയിലും വയനാട്ടിലുമായി വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. പാലക്കാട്ട് നടപ്പാലം തകർന്ന് 1500 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വിവിധയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോ, കോഴിക്കോട്ട് നിന്ന് VS രഞ്ജിത്ത്, പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കൽ, കണ്ണൂരിൽ നിന്ന് തുഷാര പ്രമോദ്, പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, ആലപ്പുഴയിൽ നിന്ന് അനഘ ഹർഷൻ, തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ, എറണാകുളത്ത് നിന്ന് അൽ അമീൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് മുന്നറിയിപ്പുകളിലെ മാറ്റത്തിൽ നിന്ന് തുടങ്ങാം. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിംഗ്. മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ചുവപ്പായിരുന്നത് ഓറഞ്ച് ആയിട്ടുണ്ട്. മഴയുടെ ശക്തി, അതോടൊപ്പം തന്നെ മരണവാർത്തകളാണ് ഇന്നത്തെ ദിവസം നമ്മെ തേടിയെത്തുന്നത്. പലതും മഴക്കെടുതികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അഷിൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ? സുജിയ, നിലവിൽ ഈ വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മാത്രമല്ല, നിലവിൽ തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേരള തീരത്ത് ശക്തിയേറിയ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായി അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുമാണ് സാധ്യതയുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും ഉണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ശക്തിയേറിയ തിരമാലയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. VS രഞ്ജിത്ത്, നമ്മുടെ മലബാർ റീജിയണൽ ഹെഡ് തന്നെ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. ഏതൊക്കെ ഭാഗങ്ങളിലാണ്, കോഴിക്കോട് മാത്രമല്ല മറ്റ് ജില്ലകളിലും ഇപ്പോൾ മഴയ്ക്ക് ശക്തി കൂടിയിരിക്കുന്നത്? മഴക്കെടുതികൾ എത്രത്തോളം വലച്ചിട്ടുണ്ട് മലബാറിനെ? സുജിയ, 2 ദിവസമായി മഴ അണമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലാകെ ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇപ്പോഴിതാ കണ്ണൂരിലും കോഴിക്കോട്ടും റെഡ് അലേർട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂരിലും കോഴിക്കോട്ടുമൊക്കെ നല്ല മഴയായിരുന്നു. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു മിനിറ്റുകളിൽ മഴ പെയ്യുന്നില്ല എന്ന് മാത്രം, പക്ഷേ മിനിറ്റുകൾ ഇടവിട്ട് അതും നല്ല ശക്തിയായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ആ ശക്തിയായി പെയ്യുന്നതിൻ്റെ പ്രതിഫലനം കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പുഴകളെല്ലാം റോഡിലേക്ക് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, അതുപോലെ തന്നെ പൂനൂർ പുഴ തുടങ്ങി പുഴകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. ചാലിയാറിലും വെള്ളത്തിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നിലയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മാവൂർ ഭാഗത്തൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഏറ്റവും ആദ്യം വെള്ളം എത്തുന്ന മാവൂരിലെ കച്ചേരിക്കുന്ന് ഭാഗത്ത് 3 വീടുകൾ ഇന്ന് രാവിലെ തന്നെ വെള്ളത്തിലായിരുന്നു. കൂടുതൽ വീടുകളിലേക്ക് ഇനി ഇങ്ങനെ മഴ ശക്തമായി തുറന്നാൽ വെള്ളം കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലയിടത്തും മഴക്കെടുതികളായി മണ്ണിടിച്ചിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കണ്ണൂരിൽ 2 പേരാണ് ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. അതിൻ്റെ വിവരങ്ങൾ തുഷാര കൂടുതൽ വിവരങ്ങൾ പറയും. അതുപോലെ തന്നെ വയനാട്ടിൽ ഷോക്കേറ്റ് മരണമുണ്ട്. പുൽപ്പള്ളിയിലാണ് സംഭവം. ഇതുപോലെ മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറത്ത് ഇന്ന് രാവിലെ ഓടുന്ന ബസ്സിന് മുമ്പിലേക്കാണ് ഒരു വലിയ മരം കടപുഴകി വീണത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വലിയ അപകടം ഒഴിവായത്. അതുപോലെ തന്നെ എടവണ്ണപ്പാറയിൽ ഇന്ന് സംഭവിച്ച സമാനമായി മറ്റൊരിടത്തും ഇതുപോലെ ടിപ്പർ ലോറിക്ക് മുകളിലേക്ക് ഒരു മരം കടപുഴകി വന്ന സാഹചര്യം മലപ്പുറത്തുണ്ടായി. ഈ രീതിയിൽ മരം കടപുഴകി വീണും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടുമൊക്കെ മഴക്കെടുതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. വലിയ ജാഗ്രത ആളുകൾ പുലർത്തേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി വേണം പുറത്തിറങ്ങാനൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക്